ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നഡ്ജ് അക്കാഡമിയുടെ ആപ്പിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. കോഴ്സ് പർച്ചേസ് ചെയ്തവർക്കും അതേപോലെ ഇനി കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പോകുന്നവർക്കും എന്തൊക്കെയാണ് നമ്മളുടെ ആപ്പിലുള്ള ഫങ്ഷനാലിറ്റീസ് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരിക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ പേജാണ് വരുന്നുണ്ടാവുക. ലോഗിൻ പേജിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തവരാണെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഉപയോഗിച്ച ഇമെയിൽ ഐ ഡിയോ അല്ല, ഇനി നിങ്ങളൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഗൂഗിളോ ആപ്പിലോ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഹോം സ്ക്രീനിലേക്കായിരിക്കും എത്തുന്നുണ്ടാവുക. ഹോം സ്ക്രീനിൽ എന്തൊക്കെയാണുള്ളത് എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം വരിക കണ്ടിന്യൂ വാച്ചിങ് എന്നുള്ള ഓപ്ഷനാണ്. ഓൾറെഡി നിങ്ങളൊരു കോഴ്സ് പർച്ചേസ് ചെയ്ത സ്റ്റുഡൻ്റ് ആണ്, അതിൽ നിങ്ങൾ കുറച്ച് ക്ലാസ്സസ് കണ്ടു തുടങ്ങി എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ പകുതി കണ്ട് പിന്നെ ബാക്കി കാണാൻ ബാക്കിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഏറ്റവും മുകളിൽ വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും മുന്നേ കണ്ട വീഡിയോൻ്റെ ബാക്കി കാണാനുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണാവുന്നതാണ്. പിന്നെയുള്ള പിന്നെ ഓപ്ഷനല്ല, ഒരു സ്റ്റാറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. എത്ര ടെസ്റ്റുകൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, നിങ്ങളുടെ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തതിൽ ആവറേജ് സ്കോർ എത്രയാണ്, അതേപോലെ എത്ര മൊഡ്യൂൾസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനാവും. പിന്നെ ഉള്ളത് നമ്മളെ രണ്ട് ടൂൾസ് ആണ്. അതിൽ ആദ്യത്തേത് CUT പേപ്പർ സെലക്ടർ. CUT പേപ്പർ സെലക്ടർ എന്ന് വെച്ചാൽ ഈ CUT എക്സാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ഇൻ ദ സെൻസ് എക്സാം ടഫ് എന്നല്ല, പക്ഷേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടാൻ കുറച്ച് പാടാണ്. ഏത് സബ്ജക്റ്റാണ് ഞാൻ എഴുതേണ്ടത്, ആകെ 5 സബ്ജക്റ്റ് നമുക്ക് എഴുതാനാകുള്ളൂ. അപ്പോൾ അതിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഞാൻ എഴുതേണ്ടത്, ഏതൊക്കെയാണ് എഴുതേണ്ടാത്തത്, ഇത് മനസ്സിലാക്കി കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BCom ഓണേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ പേപ്പേഴ്സ് ആയിരിക്കും എഴുതേണ്ടത്, അതിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണെന്ത് CUT പേപ്പർ സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ DUൻ്റെ കേസ് തന്നെ എടുത്താൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ എനിക്ക് BCom ഓണേഴ്സ് ആണ് എഴുതേണ്ടത്, മീൻസ് BCom ഓണേഴ്സ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏതാണ് എഴുതുക, അതിൽ ഈ ഷോ CUT പേപ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് ഷോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കും BCom ഓണേഴ്സ് പഠിക്കാൻ എനി ഫ്രം ലിസ്റ്റ് എയിൽ നിന്ന് ഏതെങ്കിലും ലാംഗ്വേജ് ആണ് എഴുതേണ്ടത്. അതേപോലെ ഡൊമൈൻ സബ്ജക്ട്സ് ഏതൊക്കെയാണ്, മാത്തമാറ്റിക്സ് ഓർ അക്കൗണ്ടൻസി എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം 2 ഫ്രം ലിസ്റ്റ് ബിയിൽ നിന്ന് ഏതെങ്കിലും 2 പേപ്പർ, ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഏതൊക്കെ പേപ്പറാണ് എഴുതേണ്ടത് എന്നുള്ളത്. അതേപോലെ ഏറ്റവും അടിയിൽ ഏത് സ്ട്രീമിൽ നിന്നാണെങ്കിലും പറ്റുമെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി സ്പെസിഫിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് സബ്ജക്ട്സ് എന്ന് ഒരു കണ്ടീഷൻ DU പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ +2 പഠിച്ച സബ്ജക്ട്സ് മാത്രമേ നിങ്ങൾ CUTയിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ഒരു കൊമേഴ്സ് പഠിച്ച സ്റ്റുഡൻറ്റിന് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് പോലത്തെ സബ്ജക്ട്സ് എഴുതാൻ പറ്റുള്ളൂ. ഇതൊരു റെഗുലേഷനാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫോസ് നിങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് ഈ ടൂൾ വഴി കിട്ടും. അതിനോടൊപ്പം തന്നെ നഡ്ജ് AI എന്താണെന്ന് വെച്ചാൽ ഒരു ഫൈൻ ട്യൂൺഡ് മോഡലാണ്. മീൻസ് നിങ്ങൾക്ക് CUTക്ക് വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്തതാണ്. ഇതിൽ CUT റിലേറ്റഡ് ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് എന്ന് മാത്രമുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടാവുക. അല്ലാത്ത ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യൂല. അപ്പോൾ ഈ നഡ്ജ് AIനോട് നിങ്ങൾക്ക് ചോദിക്കാം വിച്ച് ആർ ദ സബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഇതിനോട് ടൈപ്പ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ടൈമില്ല, പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. അതിൽ നിങ്ങൾക്ക് ന്യൂ ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് എത്ര ക്വസ്റ്റ്യൻസും ചോദിക്കാം. അത് കഴിഞ്ഞാലുള്ളതാണ് AI സ്റ്റഡി പ്ലാനർ. ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത ഒരാൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഇന്നിപ്പോൾ പഠിക്കേണ്ട, ഏതൊക്കെ മൊഡ്യൂൾസ് ആണെന്ന് പഠിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ മൊഡ്യൂൾസും ഏതൊക്കെയാണ് എന്നുള്ള ഇവിടെ കാണാനാവും. അപ്പോൾ ഇന്നത്തെ മൊഡ്യൂൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൊഡ്യൂൾ നേരെ ക്ലിക്ക് ചെയ്താൽ ആ മൊഡ്യൂൾ പഠിക്കാനാവും.
ഇനി കണ്ടിന്യൂ ലേണിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നുണ്ടാവും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സ്. ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ കൊമേഴ്സ് പർച്ചേസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ കൊമേഴ്സ് വരുന്നത്. അപ്പോൾ കൊമേഴ്സിലെ മൊത്തം കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. ഏതൊക്കെ ഇപ്പോൾ അക്കൗണ്ടൻസിയിലെ യൂണിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാം. അതിൽ വീഡിയോസ് നേരെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. അത് കഴിഞ്ഞാൽ PDF ക്ലിക്ക് ചെയ്താൽ PDF കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് മോക്ക് ടെസ്റ്റ്. നമ്മളുടെ സിലബസ് അല്ല, നഡ്ജിൻ്റെ സ്റ്റഡി പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ലെക്ചർ ഉണ്ടാവും. അതേപോലെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബേസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത നോട്ട്ബുക്സിൻ്റെ PDF ഉണ്ടാവും. അപ്പോൾ ആ PDF നിങ്ങൾ വായിച്ചാൽ നോട്ട്സ് കിട്ടും. അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പഠിച്ച മൊത്തം ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ യൂണിറ്റിൻ്റെയും 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 1 മണിക്കൂറാണ് നിങ്ങൾക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാനുണ്ടാവുക. അത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടും. ആ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൽ എത്ര കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്, എത്ര റോങ് ആൻസേഴ്സ് ഉണ്ട്, എത്ര സ്കിപ്പ് ചെയ്തു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളതും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. സൊല്യൂഷൻ എന്ന രീതിയിൽ ഇപ്പോൾ ശരിയായ ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എന്ന്, എന്തുകൊണ്ടാണ് ആ ആൻസർ ശരിയായത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതേപോലെ NCERTയിൽ ഏത് പാർട്ടിലാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലുമായി നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണ് എന്നുള്ളതും കിട്ടും. ഡിഫിക്കൽട്ടി ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി ലെവൽ ഈസിയാണ്, NCERTയിലെ സെക്ഷൻ 1.1 ആണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഓരോ ക്വസ്റ്റ്യനും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ അത് എവിടെയാണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഉള്ളതാണ് ഇനിയിപ്പോൾ ഒരു കോഴ്സ് പുതിയതായിട്ട് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക്. കോഴ്സ് പുതിയതായി പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് നമ്മുടെ കോഴ്സ് പേജിൽ വന്നാൽ എല്ലാ കോഴ്സും നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സസും ഇതിൽ കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്രീ കണ്ടന്റ്സ് ആക്സസിബിൾ ചെയ്ത് നോക്കുക. എല്ലാ സബ്ജക്ട്സിലെയും ഫസ്റ്റ് യൂണിറ്റ് ഫ്രീ ആണ്. ആ കണ്ടന്റ് നിങ്ങൾ ആക്സസ് ചെയ്ത് നോക്കിയതിന് ശേഷം തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ കണ്ടു നോക്കുക. ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് 2 പ്ലാൻസ് ആണുള്ളത്. നിങ്ങളുടെ പ്ലാന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അത് ഇനിയിപ്പോൾ ഫുൾ പേയ്മെൻ്റ് അല്ല, EMIs ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അത്രയൊക്കെയാണ് നമ്മളുടെ ആപ്പിൻ്റെ ഫങ്ഷനാലിറ്റീസ്. താങ്ക് യു.